ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം വീട്ടിൽ കുറച്ച് പച്ചക്കറിയേ ഇരിപ്പുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ ഉച്ചലത്തെ തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് കുഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പകുതി ക്യാബേജ് ഉണ്ടായിരുന്ന ഫ്രിഡ്ജിനകത്ത് നമ്മൾ അതെടുത്ത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുവാണ്. ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. നമ്മൾ പകുതി ക്യാബേജ് കൊത്തിയരിഞ്ഞ് അതിനകത്ത് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞതുണ്ട്, ചെറിയൊരു തക്കാളിയാണ്. അത് നമുക്കൊന്ന് വെള്ളച്ചാറ് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചാറ് വെക്കാൻ വേണ്ടി, പിന്നെ അത് താളിക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും, പിന്നെ 3 കാന്താരി മുളകുമാണ് നമ്മളിവിടെ എടുത്തേക്കുന്ന. കാന്താരി മുളക് തോരത്തിനാണ് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തോരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെല്ലാം വേണ്ടുന്ന തേങ്ങ ചിരണ്ടിയത്, ഒരു അരമുറി തേങ്ങ, ഒരു വലിയ തേങ്ങയാണ്, അരമുറി തേങ്ങ ചിരണ്ടിയതും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനൊരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തക്കാളി ചാറ് വെക്കാം. അപ്പം നമ്മുടെ തോരനും വെച്ചൊരു തക്കാളി ചാറും പിന്നെ ഒരു മുളക് ചട്നിയും വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ന് മീൻ കിട്ടിയിട്ടില്ല. അപ്പം മീൻ കിട്ടാത്തത് കൊണ്ട് പിന്നെ എനിക്കങ്ങ് കൊല്ലത്ത് പോകണം. അപ്പം ഉമ്മച്ചി ഇന്നിവിടെ വീട്ടിലില്ല, ഇക്കാടെ ഉമ്മ വീട്ടിലില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും കറി വെക്കണം. ഉച്ചയ്ക്ക് ചോറിട്ട് വേണം ഇറങ്ങാൻ. അപ്പം നമ്മുടെ തട്ടിക്കൂട്ട് കറികളെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കാൻ പോവുക. നമ്മുടെ ജാറിലെടുത്ത തേങ്ങ, മഞ്ഞൾ, പച്ചമുളകും ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ജീരകവും കൂടി ഇട്ടിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. കുറച്ചൊരു നമ്മുടെ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കൂടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി ഇതിനകത്തോട്ട് നമുക്ക് 2-3 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്നത് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വരുമ്പോഴത്തേക്ക് 2 ഉണക്കമുളക് കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് കൂട്ടി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് തിളക്കരുത്, തിളച്ച് പോയി കഴിഞ്ഞാൽ പിരിവിരാതിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ചൂടിലിട്ട് ഇളക്കിയെടുക്കണം. അപ്പം നമ്മുടെ മോരില്ലാത്ത മോര് കാച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കുന്നതും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. ചട്ടി ഞാൻ അടുപ്പത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് വച്ചട്ടെ, നമുക്ക് വരട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ക്യാബേജ് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഒരു പകുതിയല്ല, ഒരു വലിയ സവോളയും കൂടെയാണ് നമ്മൾ അരിഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ക്യാബേജ് ഉപ്പിട്ട് ഞാൻ ഇവിടെ വെച്ചിരുന്നതാണ്. അപ്പം പിന്നെ ഉപ്പിടേണ്ട കാര്യമില്ല. നമ്മളിത് എല്ലാം കൂടി ഇട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാതെ വേണം തോരനൊരു കൂട്ടും. തോരനായാലും പച്ചക്കറി കട്ടിയില്ലാതെ പച്ചക്കറി വെക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. മൺചട്ടി ആയതുകൊണ്ട് ഇതിനകത്ത് അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ മൺചട്ടിയുടെ ചൂടിൽ നിന്ന് വെന്തോളും. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് ഇടാനുള്ള അരപ്പ് റെഡിയാക്കാം. നമ്മൾ ഒരു ഇടികല്ലിനകത്ത് 2 കാന്താരി മുളക് ഇട്ട് ചതച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകവും കൂടി ഇട്ട് ചതച്ചെടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ക്യാബേജ് വെന്തോന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാബേജ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നിനകത്തോട്ട്
ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പിടാം. കല്ലിൽ ചതയ്ക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കല്ലിൽ ചതയ്ക്കുമ്പോഴത്തേക്ക് തേങ്ങ മിക്സിയിൽ അരയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം നമ്മൾ കല്ലിൽ ചതച്ച തേങ്ങയാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളി ജീരകവും 2 കാന്താരിമുളകും കൂടിയാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് അതുകൂടി ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. പെട്ടെന്ന് ചെറിയൊരു മുളക് ചട്നിയാണ്. ഞാനിത് ചെറിയ സവോള ചെറുതായിട്ട് കുത്തിയരിഞ്ഞതാണ്. ഇതിനകത്തോട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ കാശ്മീരിയും പിന്നെ സാധാ മുളകും കൂടി പൊടിച്ചതാണ്. അപ്പോൾ എരിവും ഉണ്ട് കളറും ഉണ്ട്. നമ്മൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ സ്കിപ്പായി പോയി. അപ്പം വിനാഗിരി മറക്കാതെ ഒഴിക്കണം. പിന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറിനാൻ വേണ്ടിയിട്ടുള്ള തട്ടുകൂട്ട് കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കൊല്ലത്ത് പോകാനുള്ളത് പിന്നെ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കാൻ പറ്റാവുന്ന കറികളാണ്. ഇവിടെ തോരൻ, തക്കാളിച്ചാറ്, മുളക് ചട്നി ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരും വരെ ബായ്.